Hello friends, Technique in Malayalam channel ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓപ്പോന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ Oppo Reno 4 Pro ആണ്. അപ്പോൾ Reno 3 Pro ആക്ച്വലി മാർച്ചിലാണ് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തത്. അപ്പോൾ അതിന്റെ സക്സസറായ Reno 4 Pro ആണ് ഇന്ന് Oppo ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ Reno 4 Pro നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് 8GB 120GB സ്റ്റോറേജ് വേരിയന്റ് ആണ്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രൈസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ തന്നെ ടൈറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആസ് ഓഫ് നോ നമുക്ക് പ്രൈസിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഇതിൽ ഒരേ ഒരു വേരിയന്റ് വരുന്നുള്ളൂ. 8GB RAM 120GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ Reno 4 Proന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാണ്ട് തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് Reno 4 Proന്റെ ബോക്സ്. അപ്പോൾ ബാക്ക് പാനലിൽ നമുക്ക് കാണുന്നത് ഇതിൻ്റെ കളർ കണ്ടില്ലേ, സ്റ്റാരി നൈറ്റ് എന്ന് പറഞ്ഞ കളറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും കാണാം. സാർ വാല്യൂ 1.19 ഹെഡും 0.74 ബോഡി സാറുമാണ്. പിന്നെ ചാർജിങ്ങിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് കണ്ടാൽ 10 വോൾട്ട് 6.5 ആംപിയർ, അതായത് 65 വാട്ട് ചാർജിങ് ആണ് ഇതിനകത്ത്. സൂപ്പർ വൂക്ക് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. ജസ്റ്റ് ഒന്ന് ബോക്സ് തുറക്കാം. ബോക്സ് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്നത് വേറൊരു ബോക്സാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് വരുന്നത് ഒരു കേസാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെ, കേസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു സിം ഇജക്റ്റർ പിന്ന് കാണാം. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. അപ്പോൾ ഇതിൽ മാനുവലിലെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാം. അപ്പോൾ നമുക്ക് കാണാം ട്രിപ്പിൾ സ്ലോട്ട് ഇൻക്ലൂഡറാണ്. ഇതിനകത്ത് കാണാം സിം കാർഡും SD കാർഡും സെപ്പറേറ്റ് സ്ലോട്ട് ഇതിനകത്ത് ഇൻക്ലൂഡറാണ്. പിന്നെ സാർ വാല്യൂ ഒന്നും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും തന്നെ ഇതിനകത്ത് കാണാം. പിന്നെ ഒരു കേസാണ്, നല്ലൊരു TPU കേസാണ്, അത്യാവശ്യം പ്രൊട്ടക്ഷനൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു TPU കേസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് Oppo Reno 4 Pro. അപ്പോൾ ഇതിനകത്ത് സ്പെസിഫിക്കേഷൻ കാണാൻ 90 Hz ബോർഡർലെസ് സെൻസ് സ്ക്രീന്, 65 വാട്ട് സൂപ്പർ വൂക്ക് 2.0 AI കളർ പോർട്രേറ്റ്, 960 FPS സ്മാർട്ട് സ്ലോ മോഷൻ, ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 720G ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡിവൈസ്. നമുക്ക് ഡിവൈസിലേക്ക് വരാം. അതിനു മുമ്പ് ബാക്കി എന്തൊക്കെയാണ് കൂടി നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു സൂപ്പർ വൂക്ക് ചാർജറാണ്. നേരത്തെ പറഞ്ഞത് 65 വാട്ട് ചാർജിങ് ആണ് ഇതിനകത്ത് വരുന്നത്. സൂപ്പർ വൂക്ക് എന്ന് എഴുതിയത് കാണാം. പിന്നെ വരുന്നത് ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. സ്റ്റാൻഡേർഡ് ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. പക്ഷേ ഇത് വെച്ച് മാത്രമേ സൂപ്പർ വൂക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ കിട്ടുന്നത് ഒരു ഇയർഫോണാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇയർഫോണാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയൊക്കെ നമുക്ക് തോന്നിക്കാവുന്ന ഒരു ഇയർഫോണാണ്. ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇൻക്ലൂഡറാണ്. ഇത് 3.5mm ഓഡിയോ ജാക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇതും ഇൻക്ലൂഡറാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഫോണിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫോൺ പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് Oppo Reno 4 Pro. അപ്പോൾ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 MP ക്വാഡ് ക്യാമറയാണ്. നമ്മൾ ക്യാമറയിലോട്ട് ഒന്നുകൂടെ വരാം. ബാക്കി പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു നല്ലൊരു ഫിനിഷാണ്. പക്ഷേ ഇതൊരു പോളികാർബണേറ്റ് മിക്സാണ്. ആക്ച്വലി ഗ്ലാസ് അല്ല, പക്ഷേ ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ പ്രീമിയം ലുക്ക് ഗ്ലാസ്സിന് തന്നെയാണ് എപ്പോഴും കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പക്ഷേ ഒരു മാറ്റ് ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റ് ഒന്നും അധികം വരത്തില്ല. കാരണം അങ്ങനത്തെ ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പോൻ്റെ ബ്രാൻഡിങ് കാണാം. പിന്നെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വോളിയം കീസാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ പവർ കീ, ഒരു ഗ്രീൻ ടിൻറ്റും കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് സിം ട്രേ ആണ്. നമുക്ക് സിം ട്രേ ഒന്ന് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. പലരും നമ്മളോട് പറയാറുണ്ട് സിം ട്രേ കാണിക്കാറില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഡുവൽ സിം കാർഡുമാണ് വരുന്നത്. പിന്നെ ഒരു പഞ്ച് ഹോൾ ക്യാമറയും. പിന്നെ ബോട്ടം സെക്ഷനിൽ 3.5mm ഓഡിയോ ജാക്കും USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. സ്പീക്കർ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു കേർവ്ഡ് ഡിസ്പ്ലേയാണ് വരുന്നത്. നമ്മളെ പ്രീമിയം ഫോൺസിലൊക്കെ വരുന്ന മാതിരി ഒരു കേർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് 90 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് പറയാൻ സാധിക്കും. ഇത് 90 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്മൂത്ത് റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ വ്യൂയിങ് ആംഗിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആയത് കാരണം വളരെ മികച്ചൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. നല്ലൊരു ആസ്പെക്ട്സും പറയാൻ സാധിക്കും. ടച്ച് റെസ്പോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും വളരെ സ്മൂത്തായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ നല്ലൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം സൈഡിലേക്ക് കേർവ്ഡ് ഡിസ്പ്ലേ കാണാൻ സാധിക്കും ഇവിടെ. അപ്പോൾ അതും ഒരു പ്രീമിയം ആസ്പെക്റ്റ് ആണ് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് തോന്നി. വളരെ കോമ്പാക്റ്റും ലൈറ്റ് വെയിറ്റുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഡിവൈസാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്.
പിന്നെ 180 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്ന 1100 നിറ്റ്സ് ഓഫ് ബ്രൈറ്റ്നസ് വരെ, പീക്ക് ബ്രൈറ്റ്നസ് വരെ പോകുമെന്നാണ് പറയുന്നത്. പിന്നെ 92.01 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ് കമ്പനി പറയുന്നത്. എങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം നല്ലതാണ്. പക്ഷേ ഓവറോൾ ഫസ്റ്റ് ഇംപ്രഷൻസിൽ നല്ലതാണ് നമുക്ക് പറയാൻ സാധിക്കും. ആക്ച്വലി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പഞ്ച് ഹോൾ ക്യാമറ നിങ്ങൾക്ക് കണ്ടില്ലേ, ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ കാര്യം പറയുകയാണെങ്കിൽ ColorOS 7.2 ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്ഷൻസ് ആണെന്ന് പറയാം. ColorOS പണ്ടത്തെ ColorOS മാതിരിയല്ല, ഇപ്പോഴത്തെ ആക്ച്വലി വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടെന്ന് പറയാം. നല്ല ഫീച്ചേഴ്സാണ് ഓഫർ ചെയ്യുന്നത്. നമുക്ക് സെറ്റിംഗ്സ് പാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം നല്ലൊരു ക്ലട്ടർ ഫ്രീ UI എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും നല്ല ഓപ്ഷൻസൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ആപ്പ് ക്ലോണ്, ഗെയിം സ്പേസ്, സ്പ്ലിറ്റ് സ്ക്രീൻ, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ColorOS പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ആപ്പ് ഡ്രോവറും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 48 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് സോണീൻ്റെ IMX586 സെൻസറാണ്. f1.7 അപ്പേച്ചറാണ് വരുന്നത്. ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറയും ഒരു 2 മെഗാ പിക്സൽ മോണോ ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി സെൽഫീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു 32 മെഗാ പിക്സൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. സോണീൻ്റെ IMX616 സെൻസറാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാമറ UI നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന അതേ UI തന്നെയാണ്. HDR, വീഡിയോ റെക്കോർഡിംഗ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതൊക്കെയാണ് Oppo Reno 4 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ ഡീറ്റെയിൽഡായി ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് Qualcommൻ്റെ Snapdragon 720G ഒക്ടകോർ പ്രോസസ്സറാണ്. ഇതിനകത്ത് 8 GB ഓഫ് റാമും 128 GB ഓഫ് സ്റ്റോറേജുമാണ് ഇത് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമിംഗ് ചിപ്പ് സെറ്റാണ് 720G. പക്ഷേ ഇതിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് നമുക്ക് അറിയത്തില്ല. ഇത് ആക്ച്വലി ഒരു 30 to 35K പ്രൈസ് സെഗ്മെൻറ്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു ഗെസ്. അപ്പോൾ ആ പ്രൈസിനാണെങ്കിൽ 720G ഡെഫിനറ്റ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ചിപ്പ് സെറ്റാണ്. പ്രോബ്ലി 765 ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എങ്കിലും ഇവിടെ 720G ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് Oppo Reno 4 Proൻ്റെ പ്രോസസ്സർ. ഇതിനകത്ത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. WOOC 65 watt ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്തെടുക്കാം. ഒരു 36 മിനിറ്റ് മതി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഫുൾ ചാർജ് ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇതായിരുന്നു Oppo Reno 4 Proൻ്റെ ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.